പ്രിയരെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇവിടെയുള്ള ആൾക്കാരുടെ ചിരിയും സന്തോഷവും ആളുകളെ കാണുമ്പോൾ ഉള്ള ഒരു ലോഹ്യം പറച്ചിലും അഭിവാദ്യം ചെയ്യലും ഒക്കെയാണ്. ഓസ്ട്രേലിയ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനില്ല, നല്ല സന്തോഷം തോന്നും. ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നത്, ഇവിടെയുള്ള ജനങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കയറി പോവുകയോ അന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്യുകയില്ല. ഒരുപക്ഷെ അവരുടെ അടുത്ത് താമസിക്കുന്ന ആൾ അവരുടെ ബന്ധുവോ തൊട്ട മിത്രമോ ഒക്കെ ആകാം. അവിടെ ഒരാൾ അസുഖമായിട്ട് കിടന്നാൽ പോലും ഇക്കൂട്ടർ കാണാൻ കയറി പോവുകയില്ല. അത് എന്താണെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു, അത് അവരുടെ സ്വകാര്യതയാണ്. ഒരു വീടെന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യതയാണ്. അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ നമുക്കൊന്നും അവകാശമില്ല. അതുകൊണ്ടാണ് പോകാത്തതെന്ന്. എൻ്റെ മകൻ്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് അവൻ്റെ കൂടെ ഞാൻ വിലയുള്ളൊരു സ്ഥലത്തേക്ക് ആഴ്ച തോറും യാത്ര ചെയ്യാറുണ്ട്. അവിടെ പോയി ഒരിടത്ത് 2 ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഇംഗ്ലീഷുകാരനും ഭാര്യയും വളരെ പ്രായമുള്ളവരാണ്. 2 പേർക്കും വലിയ സുഖമൊന്നുമുള്ളവരല്ല. അവരെ കാണാറുണ്ടായിരുന്നു. മുറ്റത്തൊക്കെ ഇറങ്ങും, തോട്ടത്തിലിറങ്ങി നടക്കുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പം ആ ഭാര്യ മരിച്ചുപോയി. മരിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു അനക്കമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഏതായാലും ഞാൻ അടുത്ത വിസിറ്റിന് ചെന്നപ്പോഴത്തേക്കും അടക്കം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം വളരെ വൃദ്ധനായിട്ട് അവശനായിട്ട് ആ വീട്ടിലുണ്ട്. തൊട്ടടുത്ത വീടാണ്. ഒന്ന് കയറി പോകണമെന്നോ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണമെന്നോ എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനൊരു സന്തോഷമാകുമല്ലോ. പറ്റില്ല, പോകാൻ പാടില്ല. അങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് സുഖാന്വേഷണവുമായിട്ട് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും ഇവിടെ പാടില്ല. ഇവിടെയുള്ള ഒരു കെയർ ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് ഒരു നല്ല കാറിൽ അവിടെ വന്ന് ഇറങ്ങും. 2-3 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിക്കും. അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ശുശ്രൂഷകൾ. അതെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളും നമ്മുടെ രക്തബന്ധത്തിലുള്ളവരും നമ്മളെ കാണാൻ വരിക എന്ന് പറയുന്നത് എന്ത് വലിയൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇതൊന്ന് പരിശീലിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകളൊന്നും വീടുകളിൽ കയറി പോവുകയില്ല. ഗൃഹസന്ദർശനം എന്ന് പറയുന്നത് എന്തോ ഒരു പാവം പോലെയുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ഒന്നാന്തരം വീടുകൾ, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളം മുഴുവൻ നിറയെ കെട്ടിടങ്ങളുടെ ബഹളമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ സുഹൃത്തുക്കൾ പോലും അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു നല്ല കുഞ്ഞിനെ എനിക്കറിയാം. അവളുടെ പേര് മറിയാമ്മ എന്നാണ്. അവൾ ജർമ്മനിയിൽ വളരുന്ന ഒരു കുട്ടിയാണ്. പ്രൈമറി സ്കൂൾ ലെവലിലുള്ള പ്രായമേ ആ കുഞ്ഞിനുള്ളൂ. അവൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. നാട്ടിൽ വന്നാൽ അവൾക്ക് അപ്പോയിൻമെൻറ്റും വേണ്ട, ഒന്നും വേണ്ട. എല്ലാ വീടുകളിലേക്കും കയറി ചെന്ന് എല്ലാവരോടും കുശലം ചോദിക്കും. മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. കുശലം ചോദിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. അയ്യോ, എപ്പോഴും ആ കുട്ടി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും വളർന്നു വന്നിരുന്നെങ്കിൽ നമുക്കൊരു നല്ല തലമുറ, സാമൂഹിക സംസർഗമുള്ള സൗഹൃദമുള്ള ഒരു സമൂഹത്തെ നമുക്ക് എടുത്തുകൂടെ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചുകൂടെ? നമ്മൾ ഈ വിദേശ സംസ്കാരം സ്വാംശീകരിച്ചും ഇവരെ അനുകരിച്ചും നമുക്ക് നമ്മുടെ നല്ല രീതികൾ മറക്കേണ്ട കാര്യമുണ്ടോ? ഇതിനെപ്പറ്റി എൻ്റെ സഹോദരിമാരൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.